ബീഹാറിൽ പിൻവാതിലിലൂടെ പൗരത്വ നിയമം നടപ്പാക്കുകയാണോ? സാധാരണ വോട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഈ തിരിച്ചറിയൽ രേഖകളൊക്കെ ചോദിക്കുക. എന്നാൽ വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്താൻ രേഖകൾ ചോദിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന 11 രേഖകളും ഇല്ലാത്ത നിരവധി ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടർമാരുണ്ട്. പരമ്പരകളായി ബീഹാറിൽ താമസിക്കുന്നവരാണ്. വിഭജന കാലത്തും സംഘർഷകാലത്തുമൊക്കെ ഇന്ത്യയിൽ വന്ന് സ്ഥിരതാമസമാക്കിയവരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ നിസ്സഹായരായി നിൽക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ബീഹാറിൽ നടക്കുന്നത് പൗരത്വ നിയമമോ? ബീഹാറിൽ 2003 ശേഷം വോട്ടർ പട്ടികയിൽ വന്നവരാണെന്ന് കരുതുക. ഹാജരാക്കേണ്ട ചില രേഖകളുടെ പട്ടിക കൂടി നോക്കാം. 1987 ജൂലൈ മാസം 1 മുൻപ് ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ അവർ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതിൽ ജനിച്ച തീയതിയും ജനന സ്ഥലവും ഉണ്ടാകണം. ഈ ബീഹാറിൽ ബഹുഭൂരിപക്ഷവും ഇങ്ങനെ ഒരു രേഖയും നേടാത്തവരാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തുന്നവരാണ് എന്നതുകൊണ്ട് തന്നെ സെക്കൻഡറി സർട്ടിഫിക്കറ്റുകളും ഇല്ല. ഇനി 1987 ജൂലൈ 1 ശേഷവും 2004 ഡിസംബർ 2 മുൻപും ജനിച്ചവരാണെങ്കിലോ? മാതാപിതാക്കളിൽ ഒരാളുടെയെങ്കിലും ജനനം ഇന്ത്യയിലാണെന്ന രേഖ ഹാജരാക്കണം. ഇങ്ങനെ ഒരു രേഖയും ബഹുഭൂരിപക്ഷത്തിനുമില്ല. ഇനി 2004 ഡിസംബർ മാസം 2 ശേഷം ജനിച്ചവരാണെങ്കിൽ മാതാപിതാക്കൾ 2 പേരും ഇന്ത്യയിൽ ജനിച്ചതാണ് എന്ന സർട്ടിഫിക്കറ്റും ഒപ്പം ഇരുവരുടെയും ജനന തീയതിയും സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തവരെല്ലാം വോട്ടർ പട്ടികയ്ക്ക് പുറത്തു പോകും. ഇത് വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള നിബന്ധനയാണോ എന്നതാണ് ചോദ്യം. അതോ പൗരത്വ പട്ടിക തയ്യാറാക്കാനുള്ള നിബന്ധനയോ? വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ സ്ലിപ്പുമായി എത്തി വോട്ട് ചെയ്യാൻ കഴിയുമായിരുന്നു ഇതുവരെ. സ്വന്തം മാത്രമല്ല, മാതാപിതാക്കളുടെയും ജനന സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ ഹാജരാക്കേണ്ടത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും സാർവത്രികമല്ലാത്ത ബീഹാറിൽ കഷ്ടപ്പെടാൻ പോകുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ്. തെളിച്ചു പറഞ്ഞാൽ മുസ്ലിം സമുദായമാണ് വലിയ തോതിൽ ആശങ്കപ്പെടുന്നത്. ഇനി വിദേശത്തു ജനിച്ച ഇന്ത്യക്കാരാണെന്ന് കരുതുക. ഇന്ത്യയുടെ എംബസിയിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കൂ. മുൻപുള്ള നിയമങ്ങൾ അനുസരിച്ച് നിശ്ചിത കാലം ഇന്ത്യയിൽ താമസിച്ച് പൗരത്വം കിട്ടിയെന്ന് കരുതിയാലും അവർ എങ്ങനെ പൗരത്വം കിട്ടി എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടി വരും. റേഷൻ കാർഡിൽ പേരുണ്ടായതുകൊണ്ടോ അതല്ലെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്തു എന്നതുകൊണ്ടോ കാര്യമില്ല. ബീഹാറിൽ ആവശ്യപ്പെടുന്നത് പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ തന്നെയാണ്. സംശയമുനയിലാകുന്നതോ പലായനം ചെയ്തെത്തിയവരും. എന്താണ് നിലവിലുള്ള ഫോം 6? അതനുസരിച്ച് വോട്ടർമാർ സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതി. വയസ്സും വിലാസവും തെളിയിക്കുന്ന രേഖയും നൽകിയാൽ തന്നെ പട്ടികയിൽ ഇടം പിടിക്കും. പലരും റേഷൻ കാർഡും സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. മുൻപ് പട്ടികയിൽ പേരുണ്ടായിരുന്നവർക്ക് പിന്നീട് ഒരിക്കലും പുറത്തു പോകേണ്ടി വന്നിട്ടില്ല. എന്നാൽ ബീഹാറിന് വേണ്ടി ഈ ഫോം 6 ചട്ടം മാറ്റം വരുത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്തിന്റെ പൗരനാണ് എന്ന് തെളിയിക്കേണ്ട അധിക ബാധ്യതയാണ് ഓരോരുത്തരെയും കാത്തിരിക്കുന്നത്. കേരളം പോലെ ജനന രജിസ്റ്ററും സാർവത്രിക വിദ്യാഭ്യാസവുമുള്ള ഒരു സംസ്ഥാനത്ത് ഇത് ഒരുപക്ഷെ സാധ്യമാകും. പക്ഷെ ബീഹാർ പോലെ പിന്നാക്കമായ ഒരു നാട്ടിൽ ഇപ്പോഴും സ്കൂളിൽ പോകാത്ത കുട്ടികളുള്ള സംസ്ഥാനത്ത് ഇതെങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ളതാണ് വലിയ ചോദ്യം. റവന്യൂ വകുപ്പ് ചെയ്യേണ്ട ജോലി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണോ സർക്കാർ എന്നും സംശയം ഉണരുന്നു. 2003 ശേഷം ബീഹാറിൽ 3 കോടി വോട്ടർമാരാണ് പട്ടികയിൽ ചേർന്നത്. ഇവരെല്ലാവരും രേഖകൾ ഹാജരാക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ നിലവിലെ ഉത്തരവിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ മാസം 26 മുതലാണ് വോട്ടർ പട്ടികയിലെ പരിഷ്കരണങ്ങൾ നടക്കുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വീട്ടിലും എത്തുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇതിനായി എല്ലാ വോട്ടർമാരും തയ്യാറെടുത്തിരിക്കണം. നേരത്തെ വിതരണം ചെയ്ത ഫോം പൂരിപ്പിച്ച് കൈമാറണം. ഒപ്പം പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നൽകണം. 3 വട്ടം വരെ ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തും. അതിനിടയിൽ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യും. ഈ ഫോം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വോട്ട് ചെയ്യാൻ പോലും മടി പിടിക്കുന്ന സമൂഹമാണ് ബീഹാറിലെ ദരിദ്രർ. വോട്ടെടുപ്പ് ദിവസം നിർബന്ധിച്ചാണ് പലരെയും ഈ ബൂത്തിലേക്ക് പോലും എത്തിക്കാറുള്ളത്. ഈ രേഖകളുമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എത്ര പേർ തയ്യാറാകുമെന്നാണ് RJD ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ചോദ്യം.
ദേശീയ പൗരത്വ രജിസ്റ്ററിനേക്കാൾ അപകടകരമെന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. ബീഹാറിന് പിന്നാലെ അടുത്ത വർഷം കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. ബംഗാളിൽ വോട്ടർമാരിൽ നല്ലൊരു പങ്കും ഇതുപോലുള്ള രേഖകൾ ഒന്നും കൈവശമുള്ളവരല്ല. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ അഭയം തേടിയെത്തിയ വലിയൊരു വിഭാഗം ജീവിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ തിരഞ്ഞെടുപ്പ് റോളിന്റെ പേരിൽ പൗരത്വ രജിസ്റ്റർ തന്നെ ഉണ്ടാക്കും എന്നാണ് ആശങ്ക. ശരിക്കും ബംഗാളിൽ നടപ്പാക്കാനുള്ളതിന്റെ ടെസ്റ്റ് ഡോസ് ആണ് ബീഹാറിൽ നടക്കുന്നത് എന്നും സംസാരമുണ്ട്. പൗരന്മാർ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ എന്നുറപ്പാക്കുകയാണ്. ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ ഉത്തരവിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആരാണ് പൗരന്മാർ എന്ന് എങ്ങനെ തീരുമാനിക്കും? ഇന്ത്യയിലെ ജനത എന്നത് പലായനം ചെയ്തെത്തിയവരും അവരുടെ പിന്മുറക്കാരും കൂടി ഉൾപ്പെടുന്നതാണ്. വിഭജന സമയത്ത് മാത്രമല്ല, ബംഗ്ലാദേശ് യുദ്ധകാലത്തും ലക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ രാജ്യവും രൂപപ്പെടുന്നതും ഇങ്ങനെ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോ അതിർത്തി വഴി എത്തിയവരെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ. കൈവിലങ്ങണിയിച്ചാണ് തിരിച്ചയച്ചത്. ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരുടെ അപമാനകരമായ ആ സ്ഥിതി ഒഴിവാക്കാൻ രാജ്യം വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല. അതുപോലൊരു സ്ഥിതിയിലേക്കാണ് ബീഹാറിലെയും ബംഗാളിലെയും നല്ലൊരു വിഭാഗം വോട്ടർമാർ എത്തുന്നത്. പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ വിലങ്ങ് വയ്ക്കുമോ? അതിനുശേഷം ഇവരെ ഏതു രാജ്യത്തേക്കാണ് നാടു കടത്തുക? ഇവർ ഏതു രാജ്യത്തുൾപ്പെടുന്നവരാണെന്ന് തീരുമാനിക്കാൻ എന്തു രേഖയാണ് സർക്കാരിന്റെ കൈവശമുള്ളത്? ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയവരുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്നവരുടെ കയ്യിൽ രേഖകളൊന്നും ശേഷിക്കുന്നില്ല. അതാണ് അവരുടെ പ്രതിസന്ധിയും. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും ഇതേ സമയം.